ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൻസൽ. ഇന്ന് നമ്മൾ പോകുന്നത് തോൽപ്പെട്ടിയിലേക്കാണ്. തോൽപ്പെട്ടി വനമേഖലയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. വളരെ രസകരമായ വയനാടിൻ്റെ സൗന്ദര്യം ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തോൽപ്പെട്ടി. തോൽപ്പെട്ടിയുടെ പച്ചപ്പിലൂടെ ജംഗിൾ സവാരി നടത്തിയാലോ? വരൂ, ഇന്ന് നമ്മൾ ജംഗിൾ സവാരിയിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന ഇവിടെ നിന്നാണ് നമുക്ക് ജംഗിൾ സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ജീപ്പിൽ യാത്ര തുടരാം. ആദ്യം തന്നെ ഞങ്ങളാണ് ടിക്കറ്റ് എടുത്തത്. സഞ്ചാരികൾ ഇന്ന് തീരെ കുറവാണെന്ന് തോന്നുന്നു. ആരും തന്നെ എത്തിയിട്ടില്ല. ആദ്യത്തെ ജീപ്പിൽ ഞങ്ങൾ ഇടം പിടിച്ചു. തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്കുള്ള പ്രവേശനം രാവിലെ 7 മണി മുതൽ 10 മണി വരെയാണ്. പിന്നീട് വൈകിട്ട് 3 മണി മുതൽ 5 വരെ. ജീപ്പ് സവാരിക്കായി ഈടാക്കുന്നത് 2200 രൂപയാണ്. ഒരു ജീപ്പിൽ 8 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്നതാണ്. വനത്തിലൂടെയുള്ള സഫാരിയാണ് ഇവിടുത്തെ ഏറ്റവും മികച്ച ആകർഷണം. വനം വകുപ്പിൻ്റെ ജീപ്പിലാണ് ഇവിടെ യാത്ര ചെയ്യാൻ അനുമതിയുള്ളൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആന, മാൻ, കുരങ്ങുകൾ, കടുവ, പുള്ളിപ്പുലി, കരടി തുടങ്ങിയ നിരവധി വന്യജീവികളെ കാണാം. സന്ദർശകരെ കാടിനുള്ളിൽ നിശ്ചിത പരിധി വരെ മാത്രമേ കടത്തിവിടുകയുള്ളൂ. തോൽപ്പെട്ടി വനാന്തരങ്ങൾ അത്ഭുതകരമായ പ്രകൃതിയുടെ ഒരു കലവറ തന്നെയാണെന്ന് നമുക്ക് പറയാം. ട്രെക്കിംഗ്, പക്ഷി നിരീക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരുക്കിയിരിക്കുന്നത് അത്ഭുതകരമായ കാഴ്ചകൾ തന്നെയാണ്. തോൽപ്പെട്ടിയുടെയും വയനാടിൻ്റെയും ദൂരക്കാഴ്ചകൾ കാണാൻ ഒരു വാച്ച് ടവറും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മാനന്തവാടിയിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരവും കൽപ്പറ്റയിൽ നിന്ന് 59 കിലോമീറ്റർ ദൂരവും ബത്തേരിയിൽ നിന്ന് 66 കിലോമീറ്റർ ദൂരവുമാണ് തോൽപ്പെട്ടിയിലേക്കുള്ളത്. കാടും വന്യജീവികളെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ് തോൽപ്പെട്ടി. വയനാട്ടിലേക്ക് യാത്ര പോകുന്നവർ എന്തായാലും തോൽപ്പെട്ടിയിൽ പോയിരിക്കണം. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. സ്വൈര്യവിഹാരം നടത്തുന്ന മാനുകളെയും മയിലുകളെയും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. കൂടാതെ അപൂർവ ഇനങ്ങളിൽപ്പെട്ട വരയാട് പോലെയുള്ള ആടുകളെയും കാണാൻ സാധിച്ചു. വളരെ രസകരമായ കാഴ്ചകളായിരുന്നു തോൽപ്പെട്ടി ഞങ്ങൾക്ക് സമ്മാനിച്ചത്. തോൽപ്പെട്ടിയിലേക്ക് പോകുമ്പോൾ ടെറൈൻ മാറി വരുന്നത് നമുക്ക് വ്യക്തമായി കാണാം. ഇവിടുത്തെ കാടിൻ്റെ ഭംഗി ഓരോ മേഖലയിലേക്ക് കയറുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. വയനാടിൻ്റെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചിരിക്കുന്നത് പരന്നു കിടക്കുന്ന കാടുകളിലാണ്. ഓരോ യാത്രികനും വയനാടിനെ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരെ കാടുകളിലേക്ക് പോയാൽ മതി. തോൽപ്പെട്ടി വനത്തിനുൾവശം ശരിക്കും വൈവിധ്യം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഓരോ ഭാഗത്തും കാട് വ്യത്യസ്തമായാണ് കാണപ്പെടുന്നത്. ചിലയിടത്ത് വളരെ നിഗൂഢമായ വനമാണെങ്കിൽ മറ്റു ചിലയിടത്ത് കുറ്റിക്കാടുകളാണ്, അല്ലെങ്കിൽ വശ്യത നിറഞ്ഞ ഇല്ലിക്കാടുകൾ. അങ്ങനെ കാടുകളിൽ തന്നെ വ്യത്യസ്തത കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് തോൽപ്പെട്ടി. കൊടുക് റോഡിൽ മാനന്തവാടിയിൽ നിന്ന് 20 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് തോൽപ്പെട്ടി. തോൽപ്പെട്ടി വൈൽഡ് സാഞ്ചുറിയെ വയനാട് വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. സഹ്യപർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വന്യജീവി സങ്കേതം വിവിധ ഇനം വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. ആനകളും പുലികളും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. വടക്കേ വയനാടിൻ്റെ അതിർത്തിയിൽ കർണാടകയുടെ കൂർഗ് ജില്ല വരെ വ്യാപിച്ചു കിടക്കുന്ന നിബിഡ വനമാണ് ശരിക്കും തോൽപ്പെട്ടി. തോൽപ്പെട്ടിയുടെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. യാത്രകൾ തുടരുകയാണ്.